ശരിക്കും ഈ നിമിത്തങ്ങൾക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? അതിലെ ജ്യോതിശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നിമിത്തം, ലക്ഷണം എന്നൊക്കെ പറയുന്നത്. പല ജ്യോതിഷന്മാരും നിമിത്തശാസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കാറുണ്ട്. നമ്മുടെ ജ്യോതിഷം നോക്കാൻ വരുന്നവരുടെ ഓരോ അവയവങ്ങളെ സൂചിപ്പിച്ചിട്ടാണ് നിമിത്തങ്ങളെ പറയുന്നത്. അപ്പോൾ ഓരോ ഫോർ എക്സാമ്പിൾ കണ്ണ് ചലിക്കുന്നത്, ഇപ്പൊ ആദ്യമായിട്ടൊരു ജ്യോതിഷന്റെ അടുത്തോ ഒരു ദൈവജ്ഞന്റെ അടുത്തോ ഒരാൾ വന്നിരുന്നിട്ട് സംസാരിക്കുമ്പം കൈയുടെ ചലനങ്ങൾ, നമ്മൾ കൈ എടുക്കുന്ന രീതി, പുറകിൽ നിന്ന് മുൻപിലേക്കാണോ മുൻപിൽ നിന്ന് പുറകിലേക്കാണോ, പല രീതിയിലും. ഇപ്പം കാലിൻ്റെ ചലനങ്ങൾ, ചില സംസാരിക്കുമ്പോൾ ഒരു കോൺഫിഡൻ്റ് ഉണ്ടാവില്ല, അപ്പം ഇങ്ങനെ കാലിങ്ങനെ മുട്ടാട്ടി ആട്ടി 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 ബോഡിക്ക് ഒരു ഷിവറിങ് ഉണ്ടാവും. ഒരുപാട് ചലനങ്ങൾ, ഓരോ അവയവത്തിൻ്റെയും ചലനങ്ങൾ ഓരോ രീതിയിലാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിമിത്തത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. മുൻപ് നമ്മൾ ഈ അന്ധവിശ്വാസങ്ങൾ എന്ന് പറയണമെങ്കിലും വീടുകളിലൊക്കെ അമ്മമാരും അച്ഛന്മാരും അപ്പൂപ്പന്മാരൊക്കെ പറയാറുണ്ട്, എന്താ പറയുക, പല്ല് ചിലച്ചു സത്യമാണ്, ഗൗളി ചിലച്ചു, പൂച്ച കുറുകെ ചാടി വണ്ടി ഓടിക്കാൻ പാടില്ല. ഈ നിമിത്തശാസ്ത്രത്തിൽ മുൻപ് മുതലേ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് അതിൻ്റെ ആസ്പദമാക്കിയിട്ട് ഒരുപാട് പ്രബന്ധങ്ങൾ PhDക്കും പോയിട്ടുണ്ട് പല യൂണിവേഴ്സിറ്റിയിലും. ഇപ്പം യോഗ സംസ്കൃതം യൂണിവേഴ്സിറ്റി USA, പിന്നെ വേദാംഗ യൂണിവേഴ്സിറ്റി, അങ്ങനെ പല യൂണിവേഴ്സിറ്റികളിൽ ഇതിനനുബന്ധിച്ചുള്ള പ്രബന്ധങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ആധികാരികതയെ പറ്റി, ഒരു സയൻറ്റിഫിക് വശത്തെ പറ്റി എനിക്ക് പറയാൻ ഞാൻ ആരുമല്ല. പക്ഷേ വിശ്വസിച്ച് പോകുന്നതും ജ്യോതിഷന്മാർ കൈകാര്യം ചെയ്യുന്നതും അതിൻ്റെ ഫലങ്ങളും വളരെ പ്രസക്തമാണ്. അതായത് ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഒരു ഇൻഡിക്കേഷൻ കിട്ടും. ചിലപ്പോൾ തണുത്ത കാറ്റ്, ചെറുതായിട്ടുള്ള മഴ, വെയിലുണ്ടാവും, നമ്മളിറങ്ങുമ്പോൾ വെയിൽ സ്റ്റോപ്പാവും. പക്ഷേ ഭയങ്കരമായിട്ട് വെയിലുണ്ടാവും, പെട്ടെന്ന് മഴയുടെ ഒരു പ്രകൃതി ഒരു ചേഞ്ചസിലേക്ക് വരും, ആ ഒരു പ്രകൃതം ചേഞ്ച് ആവും. അപ്പോൾ നിമിത്തശാസ്ത്രം വളരെ വലുതാണ്. പലരും പ്രകൃതിയെ മറികടന്ന് പോയവർക്ക് പല സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ആക്സിഡൻറ്റ് കേസുകൾ, പോയ കാര്യങ്ങൾ നടക്കാതെ തിരിച്ചു വരിക, പോകുന്ന സമയങ്ങളിൽ എന്താ പറയുക, നമ്മൾ നടക്കുമ്പോൾ ആദ്യം നമ്മുടെ എതിരെ വരുന്നത് ആരാണോ അത് ബേസ് ചെയ്തിരിക്കും അന്നത്തെ റിസൾട്ട് എന്ന് ആൾക്കാർ പറയാറുണ്ട്, അല്ലേ? മുൻപൊക്കെ പറയും, മോനെ സ്കൂളിൽ പോവുകയാണോ അല്ലെങ്കിൽ ജോലിക്ക് പോവുകയാണോ, ഇപ്പോൾ പോകണ്ട കേട്ടോ. കാരണം ഇപ്പോൾ പോകണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ റിജക്റ്റ് ചെയ്യും. റിജക്ഷൻസ് എപ്പോഴും നമ്മുടെ ബോഡിയിലുള്ളത്, നമ്മുടെ ശരീരത്തിലുള്ളതാണല്ലോ. അതൊന്നും കാര്യമില്ല എന്ന് പറയും. പക്ഷേ അവർ ഒരു സമയം പറയുമ്പോൾ ആ സമയത്ത് എന്തെങ്കിലും ഒരു കാഴ്ച അവർ നിരന്തരം കാണുന്നതുകൊണ്ടായിരിക്കും ആ സമയത്ത് പോകണ്ടെന്ന് പറയുന്നത്. ചിലപ്പോൾ രാവിലെ ഒരു 8:30 നിരന്തരം അതുവഴി പോകുന്ന ഒരാളെ ഇവർ കാണും. ആ പോകുന്ന ആൾ എന്താണെന്ന് ഇവർക്ക് ക്ലാരിറ്റി ഉള്ളതുകൊണ്ടായിരിക്കും നമ്മളോട് പറയുന്നത് ആ സമയത്ത് പോകണ്ട കേട്ടോ. അവരുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസപ്രകാരം അതൊന്നും നമ്മൾ റിജക്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകും. നമുക്ക് പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം, പക്ഷെ തിരിച്ച് ഇവരിലേക്ക് പറയുന്നില്ലല്ലോ. ഈ കഴിഞ്ഞു പോയ കാര്യങ്ങളെ നമ്മൾ പ്രോപ്പർ ഒരു അനാലിറ്റിക്കൽ കമ്പാരിസൺ സ്റ്റേറ്റ്മെൻറ്റോട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും എന്താ പറയുക കറക്റ്റായിരിക്കും. അപ്പോൾ അവിടെ അന്ധവിശ്വാസം വേറെ, പക്ഷെ നിമിത്തശാസ്ത്രത്തിന് പ്രാധാന്യമുണ്ട്. ഇതേപോലെ തന്നെ ചേട്ടൻ ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴാണ് ഒരു ഇന്റർവ്യൂവിന് പോയപ്പോൾ പുള്ളിയുടെ വീട്ടില് പുള്ളി ഒരുതരം കിഴങ്ങ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് പുള്ളി ഒരു കാട്ടിൽ നിന്ന് പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിങ്ങനെ വെച്ചിരിക്കുക. സാധാരണ നമ്മള് കേട്ടിട്ടുള്ളത് വെച്ചിട്ട് ഇത് മണ്ണിന്റെ അടിയിൽ കിടന്നാലാണ് കിളിർക്കുക, അതിന് കൃത്യമായി വെള്ളവും വളവും കിട്ടും. ഇത് അവിടെ തന്നെ ഇരുന്നിട്ട് അതിന് കൃത്യമായി കിളിർക്കുന്നുണ്ട്. അപ്പൊ പുള്ളി കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഇത് നശിക്കുമെന്ന് പറഞ്ഞു. നശിക്കുന്ന ആ ഒരു ടൈം എത്തുമ്പോഴത്തേക്ക് ഇത് ഉപേക്ഷിക്കും. അതുവരെ നെഗറ്റീവ് എനർജീനെ പിടിക്കാൻ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ബാധിക്കാതിരിക്കാൻ ഇത് സഹായിക്കും എന്ന് പറയുന്നുണ്ട്. അതേപോലെ നിമിത്ത പ്രകാരം ആണെങ്കിൽ നമ്മള് എന്തെങ്കിലും മോശമായി നടന്നു അല്ലെങ്കിൽ ആരെങ്കിലും പിന്നിൽ നിന്ന് വിളിച്ചു ഒരു ഇടത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അപ്പോൾ പോയി തുളസിയുടെ ഒരു കതിര് എടുത്തിട്ട് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രകൃതിദത്തമായിട്ട് തന്നെ ഇതിന് പരിഹാരങ്ങളും ഉണ്ടോ? ഒരുപാട് പരിഹാരങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോൾ പോകുന്ന സമയത്ത് ഒരു നെഗറ്റീവ് എനർജി ബാധിക്കും എന്നൊരു തോന്നൽ ഉണ്ടായിട്ടാണ് തിരിച്ചു വരികയാണെങ്കിൽ, ഇവിടെ പലരും പറയുന്നത് ഈ മുൻപ് വെള്ളമോതി വിടൽ എന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അറിയാമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അമ്മൂമ്മമാർ വീട്ടിൽ വരും, വെള്ളമെടുക്കും, വെള്ളത്തിൽ കുറേ മന്ത്രജപങ്ങളൊക്കെ ചെയ്ത് കുറച്ച് തുളസിയും ഭസ്മവും ഒക്കെ ഇട്ട് ഓതി വയ്ക്കും. ഓതൽ എന്നാണ് പറയുന്നത്. പഴയ കാലങ്ങളിൽ പല സ്ഥലങ്ങളിലും, കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും അമ്മൂമ്മമാരോ അപ്പൂപ്പന്മാരോ വരും, പഴയ ആൾക്കാർ. ഇപ്പം ആ ചടങ്ങൊന്നും ഇല്ല. പക്ഷേ വാട്ടറിനെ എനർജൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്.
ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ട് വളരെ പെട്ടെന്ന് എനർജൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് വാട്ടർ എന്ന് പറയുന്നത്, അല്ലേ? വെള്ളം എടുത്തിട്ട് നമ്മൾ ശരിക്കും അതിൽ നോക്കിക്കൊണ്ട് ഉപാസനയുള്ള ആളാണെങ്കിൽ അതൊന്ന് എനർജൈസ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ് ഉദ്ദേശിക്കുന്നത് നടക്കും. ഒരാളുടെ ബോഡിയിൽ ഒരു നെഗ് എനർജി ആണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ മാറ്റാൻ പറ്റും. ഒരു എക്സാമ്പിൾ, 2 ഗ്ലാസ് വെള്ളം എടുക്കുക. ഒരു ഗ്ലാസ് വെള്ളം സാധാരണ വെള്ളം, അടുത്ത ഗ്ലാസ് വെള്ളം ഈ എനർജൈസ് ചെയ്ത വെള്ളം, രണ്ടും കുടിച്ചു നോക്കിയാൽ ടേസ്റ്റ് അറിയാൻ പറ്റും. നിങ്ങൾ ഒരു കാര്യം നോക്കിക്കോളൂ, വെറുതെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് 108 പ്രാവശ്യം ഓം നമഃ ശിവായ പറയും. ആ വെള്ളത്തിൽ നോക്കി ഓം നമഃ ശിവായ പറയും. മറ്റേ വെള്ളവും ഈ വെള്ളവും തമ്മിൽ ടേസ്റ്റ് വ്യത്യാസം നോക്കിക്കോളൂ. അപ്പോൾ ഉപാസന ചെയ്യുന്നവരോ ഈ പറയുന്ന എനർജൈസ് ചെയ്യാൻ അറിയാമെന്നുള്ളവരോ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? ഭയങ്കര റിസൾട്ടാണ്. അപ്പോൾ പോയിട്ട് വരുമ്പോൾ അമ്മമാർക്കൊക്കെ വളരെ പെട്ടെന്ന് അറിയാം. മോള് രാവിലെ സ്കൂളിലേക്ക് പോയി അല്ലെങ്കിൽ ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോൾ ആ പോകുന്ന സമയത്തുണ്ടായിരുന്ന ഒരു ഫിസിക്കൽ പ്രസൻസ് ഉണ്ട്, ഒരു പ്ലസൻറ്റ് ഫേസ് ഉണ്ടായിരുന്നു, സന്തോഷകരമായ മുഖവും ഭയങ്കര ഐശ്വര്യമായിട്ട് പോകും. തിരിച്ചു വരുമ്പോൾ ഫുൾ ടയേർഡായി. ഫിസിക്കൽ ടയേർഡ് ഓക്കെ, ഒബ്വിയസ്ലി സമ്മതിക്കാം, കാരണം എന്തെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്തോ ജോലിക്ക് പോകുന്ന സമയത്തോ ടയേർഡ് വരാം. പക്ഷേ എനർജി പൂർണ്ണമായിട്ടും ഇങ്ങനെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള സംഭവങ്ങളുണ്ടാവും ചില ആൾക്കാർക്ക്. അത് പ്രകൃതിയിലുണ്ടാകുന്ന നെഗറ്റീവ് എനർജി വലിച്ചെടുക്കുന്നതാണ്, ഊറ്റിയെടുക്കുന്നതാണ്. സോ അപ്പോൾ അവിടെ അമ്മമാർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, അമ്മമാർ വളരെ കീനായിട്ട് മോണിറ്റർ ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ കൈകളായിരിക്കും ആദ്യം കൊടുക്കുക. ഒന്നുകിൽ ഉപ്പ് ഒഴിഞ്ഞിടും, അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് കൊണ്ട് കൈ കഴുകും, അല്ലെങ്കിൽ കുളിക്കുന്ന വെള്ളത്തിൽ 1 ഡ്രോപ്പ് ഓയിൽ ഒഴിച്ചിട്ട് കുളിപ്പിക്കും, അല്ലെന്നുണ്ടെങ്കിൽ കുളിക്കുന്ന സമയത്ത് റോക്ക് സാൾട്ടോ സാധാരണ കല്ലുപ്പോ ഇട്ടതിന് ശേഷം അത് കുളിക്കും. കുളിച്ചിട്ട് വരുമ്പോൾ മാറ്റം വരും. അതുപോലെയാണ് ഈ പറയുന്ന എന്താ പറയുക, എനർജൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിമിത്തം എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഉള്ളതാണ്. പല സിനിമയിലുണ്ടല്ലോ. ഇപ്പോൾ ഈവൻ ലാസ്റ്റ് ഞാൻ നമ്മുടെ പ്രൊഡ്യൂസർ ഡയറക്ടർ എസ്.എൻ. സ്വാമി സാറുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹമായിട്ട് കുറേ സമയം ഇരുന്ന് സംസാരിച്ചു. ധ്യാനിനെ വച്ചിട്ട് ദ സീക്രട്ട് എന്ന മൂവി, അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാനൊന്ന് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ധ്യാന്, ഇദ്ദേഹം, പിന്നെ അദ്ദേഹത്തിൻ്റെ 2-3 കൊളീഗ്സ്. അപ്പോൾ അതിൽ എസ്.എൻ. സ്വാമി സാറിന് അപാരമായ നോളജാണ്. അത് ഈ പറയുന്ന ജ്യോതിശാസ്ത്രത്തിനെ പറ്റി നമ്മളെക്കാളൊക്കെ അപ്പുറം, നമ്മളാരുമല്ല, പക്ഷെ എന്നാലും നമ്മൾ നിരന്തരം പലരുമായിട്ടും സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഗ്യാദർ ചെയ്യുന്ന ഒരു വിഭാഗം ഇതുണ്ടാവും, USP ഉണ്ടാവും. പക്ഷേ അദ്ദേഹത്തിൻ്റെ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവിദൂരമാണ്. അതായത് എന്ത് കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാലും പറയാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ അതിൻ്റെ ഒരു സയൻറ്റിഫിക് വശവും അദ്ദേഹം റിസർച്ച് നടത്തിയതുമാണ് ഈ പറയുന്ന സീക്രട്ട് എന്ന മൂവി. അതിലൊരുപാട് കാര്യങ്ങൾ പറയുന്നില്ലേ. നിമിത്തശാസ്ത്രത്തിന് അന്നും ഇന്നും പ്രാധാന്യമുണ്ട്. പക്ഷെ അത് അന്ധവിശ്വാസമായി കണക്കാക്കുന്നവർ ആ രീതിയിൽ പോട്ടെ. പക്ഷെ അതൊരു പ്രോപ്പർ എന്താ പറയുക, റിസർച്ച് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് കമ്പാരിസൺ എടുക്കാൻ, നമ്മുടെ പാസ്റ്റ് ഡേയ്സിനെ നമുക്ക് കമ്പാരിസൺ എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കതൊന്ന് മനസ്സിലാവും. കഴിഞ്ഞ ആഴ്ച ഞാൻ എന്തായിരുന്നു, കഴിഞ്ഞ 7 ദിവസം ഞാൻ എവിടെയൊക്കെ പോയി, എന്തൊക്കെ ചെയ്തു, ആരെയൊക്കെ മീറ്റ് ചെയ്തു, അപ്പോൾ എനിക്ക് എന്തൊക്കെ സംഭവിച്ചു. സോ ഈ ആഴ്ച അതിൽ നിന്ന് പോസിറ്റീവ് മാത്രം കൺക്ലൂഡ് ചെയ്യൂ, നെഗ് വരുന്ന സംഭവങ്ങൾ മാറ്റൂ. അപ്പോൾ ഞാൻ ആരെയാണ് ആദ്യം കണ്ടിട്ട് പോകുന്നത്, ഞാൻ ആതിരെ കണ്ടിട്ടാണ് ആദ്യം പോകുന്നത്, എനിക്ക് എന്താ സംഭവിക്കുക, ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യണം. ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നിമിത്തശാസ്ത്രത്തിനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. എന്തായാലും എല്ലാ ജ്യോതിഷന്മാരും നിമിത്തശാസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിൽ ഒരു വിഭാഗം ജ്യോതിഷന്മാർ ചിലപ്പോൾ അതിന് പ്രയോറിറ്റി കൊടുക്കാറില്ല. പ്രയോറിറ്റി മേ ബി 2nd or 3rd ആയിരിക്കും കൊടുക്കുക. എന്തായാലും നിമിത്തശാസ്ത്രം അത്രയും പവർഫുള്ളാണ്. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.